ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. എന്താ ഈ കെയർസെൽ അല്ലേ? കെയർസെൽ വേറൊരു ബൈബിൾ സ്റ്റഡി. പലപ്പോഴും അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ കെയർസെല്ലിനെ കുറിച്ച് ഞാൻ ഇതിന് മുമ്പ് പല പ്രാവശ്യം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി എന്തായാലും നിങ്ങളുടെ കൂടെ വർഷാവസാനം വരെ എൻ്റെ പ്രയാണമുള്ളത് കൊണ്ട് തന്നെ കെയർസെൽ യോഗം കുറച്ചുകൂടെ നമ്മൾ അതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി നമ്മൾ വന്നുകൂടണമെന്ന് എനിക്കൊരു ആഗ്രഹം. അത് വചനത്തിൽ നിന്ന് ഒരു ചെറിയൊരു പ്രബോധനം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ഒരു പ്രസംഗമല്ല. ഈ പ്രബോധനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കൊരു ചെറിയ ഒരു ചർച്ചയാവാം. അതായത് നിങ്ങളുടെ ഉള്ളിലും ദൈവം തരുന്ന ആശയങ്ങൾ എന്താണോ, അല്ലെങ്കിൽ നമുക്കിതെങ്ങനെ നമുക്കൊന്ന് കൂട്ടായിട്ടൊന്ന് ആലോചിക്കാം. പക്ഷെ ആദ്യം കുറച്ച് കാര്യങ്ങൾ വചനത്തിൽ നിന്ന് പറയട്ടെ. പലപ്പോഴും കെയർസെൽ പലർക്കും അറിഞ്ഞൂടെ, എന്തോ ഒരു ഇടയോഗം എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ വന്ന് സംബന്ധിക്കുന്നത്. കെയർസെല്ലിൻ്റെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം വചനത്തിൽ നിന്ന് ഒരു ചിന്ത ഞാനൊന്ന് പങ്കുവെക്കട്ടെ. എല്ലാവർക്കും ഗലാത്യ ലേഖനത്തിലേക്ക് തിരിയാം. ഗലാത്യ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരിക. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ അല്ലേ? ബെയർ വൺ അനദേഴ്സ് ബർഡൻ ആൻഡ് ദെയർബൈ ഫുൾഫിൽ ദ ലോ ഓഫ് ക്രൈസ്റ്റ് അല്ലേ? അപ്പോൾ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുക എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഒരു കരുതലിൻ്റെ ചിത്രമാണ് അല്ലേ? ഇവിടെ താഴോട്ട് നമ്മുടെ അപ്പോസ്തലൻ പറയുന്നുണ്ട്, 5-ാം വാക്യം, ഓരോരുത്തൻ താൻ്റെ ചുമട് ചുമക്കുമല്ലോ. ഇത് രണ്ടും ചിലപ്പോൾ വായിക്കുമ്പോൾ നേരത്തെ പറഞ്ഞു ഭാരം വേറൊരുത്തൻ ചുമക്കണമെന്ന്, ഇപ്പോൾ പറയും സ്വന്തമായിട്ട് ചുമക്കണമെന്ന്. ഇത് രണ്ടും കൂടെ ചേർത്ത് വായിക്കണം. അന്യോന്യമുള്ള കരുതൽ വേണം, അതാണ് 2-ാം വാക്യം. അതിൻ്റെ അർത്ഥം മടിയന്മാരായിട്ട് ഉത്തരവാദിത്വമൊക്കെ വേറെ വല്ലവൻ്റെയും തലയിൽ വെക്കാൻ എന്നല്ല. നമ്മൾ തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ വഹിക്കണം. പക്ഷേ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുമ്പോൾ തന്നെ ക്രിസ്തീയ സമൂഹത്തിൻ്റെ പ്രത്യേകത, നമ്മളാരും ഒറ്റയ്ക്കല്ല. നമുക്കാരുണ്ട്? സഹോദരീ സഹോദരന്മാരുണ്ട്, നമുക്കൊരു കുടുംബമുണ്ട്. അപ്പോൾ ലോകത്തിലുള്ളവരും അവരവരുടെ ചുമട് താങ്ങണം. പക്ഷേ നമുക്ക് അന്യോന്യം ഭാരങ്ങൾ താങ്ങി കരുതൽ നമുക്ക് പകർന്നു തരാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരമുണ്ട് അല്ലേ? അപ്പോൾ ഇന്ന് ഞാനിത് പ്രസംഗിക്കാൻ വന്നത് ഈ കരുതലിനെ കുറിച്ച്. എന്താ നമ്മൾ ഈ മീറ്റിങ്ങിൻ്റെ പേരെന്താ? കെയർസെൽ. എന്താ കെയർ? എന്താ? കരുതുക അല്ലേ? അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നി. അവസാനം നമ്മൾ പാടിയ പാട്ട് ഏതായിരുന്നു? കരുതുന്നത്. ആ പാട്ട് പാടുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ആരോടാണ് ഈ പാട്ട് പാടുന്നത്? നമ്മളോടാണോ? ആ പാട്ട് മുഴുവൻ ദൈവം പറയുന്ന കാര്യങ്ങളല്ല, അല്ലാതെ ദൈവമേ നിനക്ക് സ്തോത്രമെന്നല്ല അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ പാടുമ്പോൾ എപ്പോഴും നിങ്ങൾ ചിന്തിക്കണം, അന്യോന്യം പാടണം അല്ലേ? അതല്ലേ നമ്മൾ എഫീഷ്യ ലേഖനത്തിൽ പാടുന്നത്, വായിക്കുന്നത്, ആത്മാവിനാൽ നിറഞ്ഞ് നിങ്ങൾ അന്യോന്യം സങ്കീർത്തനങ്ങളാൽ. അപ്പോൾ നിങ്ങൾ അന്യോന്യമൊക്കെ നോക്കണം. കരുതുന്നവൻ, ഞാൻ നിന്നെ കൈവിടുക എന്ന് പറയുമ്പോൾ എന്നോടല്ല, ഞാൻ ബ്രദറിൻ്റെ മുഖത്ത് നോക്കി പറയണം, അല്ലെ ആൻറ്റിയുടെ മുഖത്ത് നോക്കി പറയണം അല്ലേ? നമുക്ക് അവസാനം അങ്ങനെ ഒന്ന് പാടി നോക്കാം. എല്ലാവരും അന്യോന്യമൊക്കെ, ചിലർക്ക് ഈ പാട്ട് പാടുമ്പോൾ അന്യോന്യമൊക്കെ നോക്കാൻ ഇച്ചിരി നാണോ അല്ലേ? പിന്നെ എല്ലാവരും കണ്ണടച്ച് സ്വർഗത്തിലാണ് പിന്നെ അല്ലേ? അറ്റ്ലീസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെങ്കിലും ഒന്ന് നോക്കണം. കരുതുന്നവൻ ഞാനല്ലയോ എന്ന് പറയുമ്പോൾ ഞാനല്ല, ഭർത്താവല്ല കർത്താവ് അല്ലേ? നമ്മൾ അന്യോന്യം കരുതണം. അപ്പോൾ ഇവിടെ കണ്ടോ, അന്യോന്യം ഭാരങ്ങൾ ചുമക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഭാരം പോലും നമുക്ക് ചുമക്കാൻ വയ്യ, ഇനി വല്ലവൻ്റെയൊക്കെ അല്ലേ? ഇപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മളെല്ലാം വളരെ ബിസിയാണ്, മുൻകൂർ ജാമ്യം എടുത്തു കഴിഞ്ഞു, നമ്മളെല്ലാം വളരെ ബിസിയാണ്, ഇനി ഭാരം എടുക്കാൻ തോളിൽ സ്ഥലമില്ല അല്ലേ? പക്ഷേ ഇതാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം? അങ്ങനെ അന്യോന്യം ഭാരങ്ങൾ ചുമന്ന് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ കൽപ്പന നിവർത്തിക്കണം. എന്താ ഈ ക്രിസ്തുവിൻ്റെ കൽപ്പന? ക്രിസ്തുവിൻ്റെ കൽപ്പന നമുക്ക് യോഹന്നാൻ്റെ ലേഖനത്തിൽ പോയാൽ നിങ്ങൾക്ക് ഞാനിതാ ഒരു പുതിയ കൽപ്പന തരുന്നു. എന്താണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. പഴയ നിയമത്തിലും ഉണ്ട് ഇത്. പക്ഷേ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നാണ്. അപ്പോൾ ഞാൻ എന്നെ വലുതായിട്ടൊന്നും സ്നേഹിക്കുന്നില്ല, പിന്നെ അയൽക്കാരനെ വലുതായിട്ടൊന്നും സ്നേഹിക്കണ്ട. ഇതാ നമ്മുടെ മാനദണ്ഡം മാറി. ഞാൻ എന്നെ സ്നേഹിക്കുന്ന പോലെയല്ല അയൽക്കാരനെ സ്നേഹിക്കേണ്ടത്, ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നത് പോലെയാണ് ഞാൻ അയൽക്കാരനെ, എൻ്റെ സഹോദരനെ സ്നേഹിക്കേണ്ടത്. അപ്പോൾ പിന്നെ മറ്റേ ഒഴിവൊക്കെ പോയി അല്ലേ? അപ്പോൾ നമ്മുടെ അന്യോന്യമുള്ള സ്നേഹം നോക്കിയാൽ നിങ്ങളെ യേശു എത്രമാത്രം സ്നേഹിക്കുന്നുള്ളത് കാണാൻ പറ്റുമോ? അതോ വ്യത്യാസമുണ്ടോ?
ഞാൻ എൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നത് നോക്കിയാൽ യേശു എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് തോന്നും എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അതാണ് കർത്താവ് നമുക്ക് നൽകിയ കൽപ്പന, അല്ലേ? അപ്പം നമ്മൾ അന്യോന്യം സ്നേഹിക്കുന്ന നിമിത്തം, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ എൻ്റെ സഹോദരനെ സ്നേഹിക്കുവാൻ തുനിഞ്ഞിറങ്ങുന്നത് നിമിത്തമാണ് ആ സഹോദരൻ്റെ ഭാരം എൻ്റെയും ഭാരമായി മാറുന്നത്. അങ്ങനെ ഒരു മൊത്തം ശരീരം പ്രവർത്തിക്കുമ്പോൾ അവിടെ എന്ത് തെളിഞ്ഞു വരും? പൂർണ്ണതയുള്ള ദൈവസ്നേഹം തെളിഞ്ഞു വരും. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയും, അല്ലേ? നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നത് നിമിത്തം. അല്ല നമ്മൾ ഒരു കവലപ്രസംഗം നടത്തുകയോ ഉച്ചഭാഷണി വെച്ച് വല്ലവൻ്റെ അവൻ്റെ സമാധാനം കെടുത്തുമ്പോഴോ അല്ലേ നമ്മൾ ഇന്നത്തെ കാലത്തൊക്കെ അതൊക്കെ ചിന്തിച്ച് വെച്ച് ബോളം വെച്ച് അവരെ അസഹ്യപ്പെടുത്തുകയാണ് അവരറിയും നമ്മൾ യേശുവിൻ്റെ ആൾക്കാരാണ്. ഇന്ന് അങ്ങനെ പലരും അവിടെ യേശുവിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട് ബോളം. എങ്ങനെ അറിയണ്ടേ? അവരെ സ്നേഹിക്കുന്ന പോലല്ല, അന്യോന്യം, അല്ലേ? അപ്പോൾ അന്യോന്യമുള്ള നമ്മുടെ സ്നേഹത്തെക്കുറിച്ചും കരുതലിനെക്കുറിച്ചും നമുക്ക് ചിന്തിക്കണം. നമ്മൾ പലപ്പോഴും കേർസലായാലും എന്തായാലും, പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത, ഇത് നമ്മുടെ സഭാസ്ഥാപന ശുശ്രൂഷയുടെ കോർ ഗ്രൂപ്പാണിത്. നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടിയത് എന്തുകൊണ്ടാണ്? അവിടുത്തെ ആ ദൗത്യം മുന്നിൽ കണ്ടാണ്, അല്ലേ? അവിടെ ഒരു സഭ സ്ഥാപിക്കണം, അവിടെ ആളുകൾ രക്ഷിക്കപ്പെടണം. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും കണ്ടാലും നമുക്കിതൊക്കെ പറയാനുള്ള അഴൂർ പഞ്ചായത്തും അവിടെയുള്ള ആൾക്കാരും സഭയും ശുശ്രൂഷയും കാര്യങ്ങളേ ഉള്ളൂ. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ആരെയാണ്? നമ്മളെയൊക്കെ തന്നെ മറന്നു പോവുകയാണ്, അല്ലേ? നമ്മൾ അന്യോന്യമുള്ള ശുശ്രൂഷ പലപ്പോഴും മറന്നു പോകാറുണ്ട്. അത് നല്ലൊരു കാര്യമാണ്, സ്വാർത്ഥരല്ല എന്നാണ് ഇത് കാണിക്കുന്നത്. പക്ഷേ വേറൊരു വശത്തൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ തമ്മിലുള്ള, പ്രത്യേകിച്ച് നിങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മയുടെ ആരോഗ്യവും ആഴവും വർദ്ധിക്കുന്തോറും അവിടെ സ്ഥാപിക്കുന്ന സഭയുടെ ആരോഗ്യം വർദ്ധിക്കുകയാണ്, അല്ലേ? അടിസ്ഥാനമാണ് നിങ്ങൾ, അല്ലേ? ഇപ്പോൾ അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹം വർദ്ധിച്ചാൽ കുടുംബത്തിൽ അനുഗ്രഹം വരുമോ? പിള്ളേർക്ക് ഗുണം വരുമോ? അത് ദോഷം വരുമോ? അല്ലാതെ ആദ്യമേ അച്ഛനും അമ്മയും പിള്ളേരെ സ്നേഹിക്കുന്നല്ല പറയണ്ട, അച്ഛനും അമ്മയും അന്യോന്യം സ്നേഹിക്കണം. അച്ഛനും അമ്മയും അന്യോന്യം സ്നേഹിക്കുമ്പോൾ, ഭാര്യാഭർത്തൃ ബന്ധം അന്യോന്യം വളരെ ഊട്ടി ഉറക്കപ്പെടുമ്പോഴാണ് അത് പിള്ളേർക്ക് വലിയ അനുഗ്രഹമാകുന്നത്. അല്ല ആദ്യമേ നിങ്ങൾ പിള്ളേരെ സ്നേഹിക്കണമെന്നല്ല എന്ന് പറയുന്നത്. ആദ്യമേ നമ്മൾ അഴൂർ പഞ്ചായത്തൊക്കെ രണ്ടാമത്തെ സ്ഥാനം. ആദ്യം നമുക്ക് അന്യോന്യം സ്നേഹിക്കണം. ഈ കൂട്ടായ്മ കണ്ടിട്ട് റോബിനൊക്കെ പറഞ്ഞു, ഇവിടെ വന്ന് എനിക്ക് ഇവരുടെ കൂടെ ആവണം, ഇത് കൊള്ളാലോ, ഇത്ര സ്നേഹം, അല്ലേ? ഇപ്പം നമ്മൾ 12 ശിഷ്യന്മാരെ, പെന്തക്കോസ് നാളിന് ശേഷമുള്ള 12, അതിന് മുമ്പുള്ളതല്ല, പെന്തക്കോസ് നാളിന് ശേഷമുള്ള 12 ശിഷ്യന്മാരെ കണ്ടാൽ ആരും ഇവരുടെ കൂട്ടത്തിൽ ഒരാളാകാൻ പറ്റിയെങ്കിൽ നല്ലതായിരുന്നു, അല്ലേ? നമ്മൾ കോളേജിലൊക്കെ പോയവർക്കറിയാലോ, അല്ലേ? ചില ഗ്രൂപ്പുകളെ കാണും, ഇവിടെ അവന്മാരുടെ കൂട്ടത്തിൽ എന്നെയും കൂടെ ഒന്ന് കൂട്ടിയെങ്കിൽ കൊള്ളായിരുന്നു, ഭയങ്കര അവന്മാർ, അല്ലേ? പ്രത്യേകിച്ച് ആരും കൂട്ടാത്ത നമ്മളെപ്പോലുള്ളവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ശിവന്മാരുടെ ഗ്രൂപ്പത്തിൽ ഒരു ബാലെങ്കിലും ആകാൻ പറ്റിയെങ്കിൽ, അല്ലേ? എന്താണ് അവർ തമ്മിലുള്ള കൂട്ടായ്മയും അവർ തമ്മിലുള്ള സൗഹൃദവും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നതൊക്കെ കണ്ടാൽ ഇതിൻ്റെ കൂട്ടത്തിലാകാൻ പറ്റിയെങ്കിൽ എന്ന് തോന്നണം. അപ്പോൾ ഇത് നമ്മുടെ ശുശ്രൂഷയിൽ നിന്ന് എന്താ പറയുക, വ്യതിചലിച്ചു പോകുന്ന എന്തെങ്കിലും വിഷയമല്ല, ഡിസ്ട്രാക്ഷൻ അല്ല ഇത് ശരിക്കും നമ്മുടെ ശുശ്രൂഷയുടെ എന്താ പറയുക, ആക്കം കൂട്ടുന്ന വിഷയമാണ്, അല്ലേ? അപ്പോൾ നമ്മൾ അന്യോന്യം കരുതുന്നവരാകണം. ഒരു വേദഭാഗം കൂടെ വായിക്കട്ടെ. റോമാലേഖനം ഇതിനോട് ചേർന്ന് പോകുന്നു, ഇതിൻ്റെ ഒരു സമാന്തര വേദഭാഗം എന്നൊക്കെ തന്നെ പറയാൻ പറ്റുന്ന റോമറിൻ്റെ 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരിക. റോമർ 15 അതിൻ്റെ 1 മുതൽ ഞാൻ വായിക്കട്ടെ. റോമർ 15:1. എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. ഇവിടെയും കണ്ടോ, വിഷയം ചുമക്കുകയാണ്. ഭാരങ്ങൾ ചുമന്നു നിങ്ങൾ കർത്താവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കണമെന്ന് നമ്മൾ ഗലാത്യറിൽ കണ്ടു. ഇവിടെ ശക്തന്മാരായവർ, ആത്മീകന്മാരാണെന്ന് പറയുന്നവർ നമ്മൾ എന്ത് ചെയ്യണം? അശക്തരായവരുടെ ബലഹീനതകളെ ചുമക്കണം. അപ്പം ഇവിടെയും നമ്മുടെ കൂട്ടത്തിലും ചിലരൊക്കെ ശക്തന്മാരും ചിലരൊക്കെ അശക്തന്മാരുമാണ്. ഈ ശക്തന്മാരെല്ലാം മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്നവരാകണമെന്നൊന്നുമില്ല. അത് ചിലപ്പോൾ വലിയ അശക്തനായിരിക്കും ഈ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്നവൻ. പക്ഷേ നമ്മുടെ ഇടയിൽ പലരും ശക്തന്മാരുണ്ട്, അല്ലേ? വർഷങ്ങളായിട്ട് വിശ്വാസത്തിലായിരുന്നവരും വചനം നന്നായിട്ട് അറിയാവുന്നവരും, അല്ലേ? എന്നാൽ വേറെ ചിലരുണ്ട്, അവർ ചിലപ്പോൾ ബലഹീനതകളൊക്കെ ഉള്ളവരാണ്, അല്ലേ? അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? നമ്മളെ തന്നെ പ്രസാദിക്കാതിരിക്കാതെ അവരുടെ ബലഹീനതകളെ ചുമക്കണം. 2-ാം വാക്യം, നമ്മിൽ ഓരോരുത്തൻ കൂട്ടുകാരനെ നന്മയ്ക്കായിട്ട് ആത്മീക വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. അപ്പോൾ മറ്റൊരു വ്യക്തിക്ക് ആത്മീക വർധനവുണ്ടാകാൻ ആ വ്യക്തിയെ കരുതണം, ആ വ്യക്തിയെ താങ്ങണം എന്നാണ് ഈ പറഞ്ഞു വരുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ അന്യോന്യം താങ്ങുന്നവരായിരിക്കണം, കരുതൽ കൊടുക്കുന്നവരായിരിക്കണം, അല്ലേ?
അവിടെ പിന്നെ താഴോട്ട് ഒരുപാട് പറയുന്നുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഈ രണ്ട് വേദഭാഗത്തിൽ നമ്മൾ കണ്ട കാര്യം, ശരീരമാണെങ്കിൽ അന്യോന്യം താങ്ങുന്നവരായിരിക്കണം, കരുതുന്നവരായിരിക്കണം. നമ്മൾ ഈ കെയർസലി വരുമ്പോൾ ഇങ്ങനൊരു കരുതൽ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും കെയർസൽ ബൈബിൾ സ്റ്റഡി ആക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ആദ്യം ഇടിയപ്പം, പിന്നെ ഒരു നീണ്ട പ്രസംഗം, പിന്നെ എല്ലാവരും കൈയും കൊടുത്ത് തിരിച്ചു പോകുന്നു, അല്ലേ? അങ്ങനെ ആകരുത്. ഇനി എനിക്ക് നിങ്ങളുടെ എല്ലാ മീറ്റിങ്ങിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. നിങ്ങൾ ദിവസം പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയുന്നത്, നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, ഞാൻ ആ ഗ്രൂപ്പിലൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് പൂർണ്ണ ചിത്രമില്ല. അപ്പോൾ ഞാൻ പറയുന്ന ചിലതൊക്കെ ആക്യുറേറ്റ് ആവണമെന്നില്ല കേട്ടോ. ഞാൻ പൊതുവായിട്ടൊന്ന് പറയുകയാണ്. എന്തായാലും ഈ കെയർസലിനെ കുറിച്ച് എനിക്കറിയാം. ഇത് കുറച്ചുകൂടെ നമുക്ക് അന്യോന്യം കരുതുന്ന ഒരിടമായി മാറണം. അല്ലാതെ മീറ്റിംഗ് തുടങ്ങുന്നു, പാട്ട് പാടുന്നു, പിന്നെ അത് കഴിയുമ്പോൾ ഭവ്യതയോടെ വചനത്തിലേക്ക് പോകുന്നു. ഈ ഒരു ഫോർമാലിറ്റിയിൽ നിന്ന് മാറി കുറച്ചുകൂടെ നമ്മൾ തുറന്ന് അന്യോന്യം കരുതുന്ന ഒരിടമായി മാറണം. ഈ കെയർസൽ അന്യോന്യം ഭാരങ്ങൾ ചുമക്കുന്നതിന് പരിശീലിക്കാൻ വരുന്ന ഒരിടമായിരിക്കണം. നമുക്ക് ശുശ്രൂഷാപരമായിട്ട് അഴൂറിൽ ചെയ്യേണ്ടതിനെക്കുറിച്ചും സുശേഷീകരണത്തെക്കുറിച്ചുമൊക്കെ തുടർന്ന് പഠിക്കാം. പക്ഷേ മുഖ്യമായിട്ടും കരുതൽ, അന്യോന്യമുള്ള കരുതൽ പകർന്നു കൊടുക്കാൻ നമ്മൾ കുടുംബമായിട്ട് ഒന്നിച്ചു കൂടുന്ന ഒരു ഗെറ്റ് ടുഗദർ. ഇപ്പോൾ ഞാൻ താഴെ വന്നപ്പം ആ പുള്ളി ചോദിച്ചു പ്രയറാണോ? ഞാൻ പറഞ്ഞല്ല, ഗെറ്റ് ടുഗദറാണ്, അല്ലേ? അത് കെയർസൽ ഇന്നത്തെ മെസ്സേജ് ഉള്ളിൽ കിടന്നുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു, പ്രയറൊക്കെ വേണ്ടി നമ്മൾ ഗെറ്റ് ടുഗദറാണ്, നമ്മൾ സഹോദരങ്ങളുടെ ഗെറ്റ് ടുഗദറാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് ഈ കരുതൽ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്കറിയേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു കരുതൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? എവിടെന്നെങ്കിലും അനുഭവിക്കുന്നുണ്ടോ? കെയർസൽ വിടാം. ക്രിസ്തീയ ജീവിതത്തിൽ ഇങ്ങനൊരു കരുതൽ അനുഭവിക്കുന്നുണ്ടോ? ഈ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുക എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ ഭാരം ചുമക്കാൻ സ്ഥിരമായിട്ട് വരുന്ന ഏതാ സഹോദരൻ സഹോദരി? ഭാര്യ ഭർത്താവിനെ കുറിച്ചൊന്നും പറയരുതേ, വേറെ സഭയ്ക്കകത്ത് ഭാര്യയ്ക്കും ഭർത്താവിനും പുറമെ നിങ്ങളുടെ ഭാരം ചുമക്കാൻ ആരെങ്കിലും വരാറുണ്ടോ സഭയിൽ നിന്ന്? ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിന്ന് ആരെങ്കിലും വരാറുണ്ടോ? എൻ്റെ ഭാരം ചുമക്കാൻ എപ്പോഴും താണ്ടി ഈ സഹോദരൻ അല്ലെങ്കിൽ ഈ സഹോദരി ഉണ്ട് എന്ന് കണ്ണും പൂട്ടി ആരെങ്കിലും പറയാൻ പറ്റുമോ? എനിക്കറിഞ്ഞൂടെ, കാണുമായിരിക്കും ചിലപ്പം. പൊതുവേ സഭകളിലൊന്നും ഞാനും ദൈവം, യേശു ഉണ്ട്, യേശു. ഇപ്പം നമ്മൾ പാട്ടും പാടി, ആരും തിരിഞ്ഞു നോക്കില്ലല്ലോ നീയേ ഉള്ളു കർത്താവെന്ന്. ഈ പാട്ടൊക്കെ മുൻകൂർ ജാമ്യമായിട്ട് നമ്മളങ്ങ് പാടുകയാണ്. നീ അന്ന് പാടിയല്ലേ, അതുകൊണ്ട് നിനക്ക് യേശു മാത്രം. യേശു മാത്രമെന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യേശുവിൻ്റെ ശരീരമായ നമ്മൾ അന്യോന്യം കരുതണം. അപ്പം നിങ്ങൾക്കൊരു ഭാരം ഉണ്ടായാൽ നിങ്ങൾ ആദ്യം ആരെയോ ഫോൺ വിളിക്കുന്നത്? മിക്കവാറും അപ്പനെയോ അമ്മയോ അല്ലെ സ്വന്തം സഹോദരങ്ങളെയോ, അല്ലേ? പിന്നെ ചിലപ്പം വല്ല പാസ്റ്റർമാർ കാണും, ഈ എന്തിനു ഓടി വരുന്നത് പഴയ ശൈലിയിലുള്ള ഇന്നത്തെ പാസ്റ്റർമാരല്ല, പഴയ ശൈലിയിലുള്ള പാസ്റ്റർമാരൊക്കെ ഉണ്ട്, ഏത് പാതിരാത്രിയും വിളിച്ചാൽ വരുന്നത്, അല്ലേ? അല്ലാതെ ആരുണ്ട്, അല്ലേ? അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു കരുതൽ അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. പിന്നെ പലപ്പോഴും ഈ ഭാരം ഒന്നും ഇറക്കി വെക്കാത്ത, ഈ ഭാരം തുറന്നു പറയാൻ പോലും നമുക്ക് പേടിയാണ്, അല്ലേ? ഈ ഭാരം എന്ന് പറയുമ്പോൾ എന്താ ഈ ഭാരം എന്തുവാകാം? ജീവിതത്തിൽ നമ്മൾ സമ്മർദ്ദം അനുഭവിക്കുന്ന വിഷയം, അല്ലേ? ഇപ്പം നമ്മൾ ഏതോ ഒരു പുള്ളിക്കാരിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ എന്തോ ഒരു ഇച്ചിരി മുറുമുറുപ്പ് കേട്ടു, അല്ലേ? അപ്പോൾ നമുക്ക് എനിക്കൊരു ബോസ് ഉണ്ട്, പ്രയാസമാണ്, അല്ലേ? അതൊരു ഭാരമാണ്, ഭാരമാണ്. അത് ഞാൻ ഒരുപാട് പേരുടെ ഞാൻ പ്രത്യേകിച്ച് കൽക്കട്ടയിൽ പോയപ്പോഴാണ് ഒരു TCSൽ ഒരു സഹോദരൻ കണ്ടപ്പോഴാണ്, അയ്യോ പുള്ളി കുറേ കഥ പറഞ്ഞപ്പോൾ ഞാൻ നമിച്ച്, ഈ പുള്ളി എങ്ങനെ റിസൈൻ ചെയ്ത് ഓടേണ്ട സമയം കഴിഞ്ഞു, ഇതെന്താ സ്ലേവറിയോ, അല്ലേ? അടിമത്തം. പക്ഷേ IT-ലൊക്കെ ഉള്ള നിങ്ങൾക്കൊക്കെ കാണും, ചിലപ്പോൾ ഒരു മാനേജർ കാണും, ഒരു ടീം ലീഡ് കാണും, പ്രോജക്റ്റ് ലീഡ് കാണും, ഇതൊന്നും അല്ലെങ്കിൽ ഒരു ടീം മെമ്പർ കാണും, ആരെങ്കിലുമൊക്കെ കാണും. നമുക്ക് ഭാരമാണത്, ഇയാൾ എങ്ങനെ സഹിക്കും, അല്ലേ? അപ്പോൾ അതൊരു ഭാരമാകാം. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സമ്മർദ്ദം, എന്തെങ്കിലും ഒരു വിഷയം, അല്ലെങ്കിൽ നമുക്ക് ഈ പ്രശ്നം കാരണം ഉളവാകുന്ന ചില പാപ സ്വഭാവങ്ങൾ, അല്ലേ? നമ്മൾ വിചാരിക്കാതെ നമുക്ക് ചിലപ്പോൾ ഭയങ്കര കോപം വരുന്നു, നമ്മൾ വിചാരിക്കാതെ നമ്മുടെ വായിൽ ചിലപ്പോൾ അധിക്ഷേപം വരുന്നു, അല്ലേ? ചിലപ്പോൾ ഈ ബോസ് കാരണം നമുക്ക് വല്ലാത്ത സംസാരമൊക്കെ വരുന്നു, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത വാക്കുകളൊക്കെ നമ്മുടെ വായിൽ നിന്ന് വരുന്നു. അത്രയ്ക്ക് സമ്മർദ്ദമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ വിശുദ്ധന്മാരോട് തുറന്നു പറയാൻ പറ്റുമോ? ഈ സഭയിൽ വരുന്ന വിശുദ്ധന്മാരോട് അന്ന് തീരും നമ്മുടെ വില, അല്ലേ? ആർക്കെങ്കിലും തുറന്നു പറയാൻ പറ്റുമോ? അങ്ങനെ തുറന്നു പറയാൻ പറ്റുന്ന ഒരിടമായിരിക്കണം ഇത്, അല്ലേ? ഇപ്പം നമ്മളെല്ലാം ശുശ്രൂഷയിലൊക്കെയാണ്, അവ ശുശ്രൂഷ നിമിത്തമുള്ള പ്രയാസവും തുറന്നു പറയാൻ പറ്റണം, അല്ലേ? അങ്ങനെ ഒരു ഇടം ഉണ്ടെങ്കിൽ എന്ത് നല്ലതായിരുന്നു. അതായത് എനിക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും തുറന്നു പറയുകയും ചെയ്യാം, ഉറപ്പാണ് എൻ്റെ സഹോദരങ്ങൾ എന്നെ വിധിക്കുകയില്ല. അങ്ങനെ ഒരു കരുതൽ അനുഭവിക്കേണ്ട സ്ഥലമാണ് സഭ, മൊത്തം സഭ, ശരീരം ഒന്നടങ്കം. പിന്നെ നമ്മൾ ശരീരം ഒരുപാട് വലുതാകുമ്പോൾ അത് പറ്റത്തില്ല,
150 പേരോട് പോയി എൻ്റെ വീട്ടിൽ നടക്കുന്നതെല്ലാം പറയാൻ പറ്റത്തില്ല. എല്ലാവരും വിധിക്കത്തില്ലെന്ന് പറയാൻ അത് സ്വർഗത്തിലെ സഭയായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ചെറുകൂട്ടമായിട്ട് കൂടി നമുക്ക് വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ അന്യോന്യം പറഞ്ഞും അറിഞ്ഞും പ്രാർത്ഥിക്കുകയും അന്യോന്യം കരുതുകയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം അതാണ്, നിങ്ങൾ ഇങ്ങനത്തെ കരുതൽ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരിടം ഉണ്ടോ? ഇല്ലെങ്കിലും നമുക്ക് ഈ ഇടം അങ്ങനെ ആക്കിയെടുക്കണം. രണ്ടാമത്തെ ചോദ്യമാണ്, നിങ്ങൾ ആരുടെയെങ്കിലും ഭാരം ചുമക്കാൻ പോകാറുണ്ടോ? ഈ വ്യക്തിക്ക് എന്ത് ഭാരം വന്നാലും ഞാൻ പോയി തോള് കൊടുക്കും എന്നൊരു സമർപ്പണമുണ്ടോ? അങ്ങനെ ഏതെങ്കിലും വ്യക്തിയുണ്ടോ? സ്വന്തം വീട്ടിലെ ആൾക്കാരുടെ കാര്യമല്ല ഈ പറയുന്നത്. എന്ന് വെച്ചാൽ സ്വന്തം വീട്ടിലുള്ളവരെയൊക്കെ തള്ളിക്കളയണമെന്നല്ല, അവിടെ തുടങ്ങണം. അത് മാനുഷികം. ദൈവസഭയുടെ ഭാഗമായതുകൊണ്ടും ഞാൻ ഈ സഹോദരൻ അല്ലെ ഈ സഹോദരി അല്ലെ ഈ കുടുംബം ഇവർക്കൊരു വിഷയം വന്നാൽ എൻ്റെ ഉള്ളിൽ നീറ്റലാണ്, എനിക്ക് ഭാരമാണ്. എനിക്ക് അങ്ങനെ എന്തെങ്കിലും സ്നേഹമുണ്ടോ? നമുക്ക് ഇവിടെ ആരംഭിക്കണം അത്. ഇപ്പം നമ്മൾ തന്നെ ഈ കൂട്ടം, ഇപ്പം ഞാൻ നിങ്ങളെ കാണാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. എൻ്റെ ഒരു ഇംപ്രഷൻ നിങ്ങളൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളാണെന്നാണ്. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ ആണോ അല്ലേ. ഇപ്പം നമ്മളിവിടുത്തെ ഒരു സഹോദരൻ്റെ പേര് പറഞ്ഞാൽ ഈ സഹോദരൻ്റെ എല്ലാ വിഷയവും നിങ്ങൾക്കറിയാം. ഈ പുള്ളിക്ക് ഈ പ്രയാസമുണ്ട്, ഈ ദുഃഖമുണ്ട്, ഈ വിഷയത്തെ ഓർത്താണ് ഈ പുള്ളി പ്രാർത്ഥി എന്നൊക്കെ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇപ്പം ഞാൻ സാംരാജിൻ്റെ പേരോ ഈ സാംരാജ് ബ്രദറിൻ്റെ ശരിയായ ദുഃഖം ഇതാണ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഉള്ളിൻ്റെ ഉള്ളിൽ പുള്ളി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വിഷയമുണ്ടോ? പുള്ളി ചിലപ്പോൾ ഒന്നും കരയുന്നില്ലായിരിക്കും, ഛത്തീസ്ഗഡിൻ്റെ ഓർത്തായിരിക്കും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉണ്ടെങ്കിൽ അറിയാവോ? അല്ലെ അഖിൽ എപ്പോഴും മുന്നിൽ കാണും. അഖിലിൻ്റെ ഉള്ളിൽ നീറുന്ന പ്രശ്നം എന്തുവാ നമുക്കറിയാവോ? നമുക്കൊന്നും അറിഞ്ഞുകൂടാ അല്ലേ. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, ഞാൻ പറഞ്ഞ പോലെ എനിക്ക് നിങ്ങളുടെ പൂർണ്ണ ചിത്രം അറിഞ്ഞുകൂടാ. അറിയണം എന്നുള്ളതാണ് എൻ്റെ സന്ദേശം. അങ്ങനെ തുറന്നു പറയാൻ ഒരിടമുണ്ടായിരിക്കണം അല്ലേ. അത് ആദ്യമേ ഒന്നും നടക്കത്തില്ല. ചിലപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ പറയും നമ്മൾ വൾണറബിൾ ആകുക, എൻ്റെ ബലഹീനതകൾ ഞാൻ പ്രകടിപ്പിക്കുക. നമ്മളെപ്പോഴും പൗഡർ ഇട്ട് കുട്ടപ്പനായി മാസ്കും വെച്ച് നടക്കുകയാണ് അല്ലേ. നമ്മൾ വീട്ടിന് പുറത്തിറങ്ങി നമ്മുടെ ഒരു പൊതു സ്വഭാവം മര്യാദയ്ക്കൊക്കെ നടക്കുക, എല്ലാം ഒന്നും വിളിച്ച് പറയരുത്, അതൊക്കെ അയ്യേ അല്ലേ. എല്ലാ വീട്ടിലും കയറി ഇറങ്ങി എൻ്റെ എല്ലാ ദുഃഖവും പറഞ്ഞ് കരയുന്നത് ഒരു ഒരു അപലതയുടെ ലക്ഷണമാണ് അല്ലേ. നമുക്കാർക്കും വൾണറബിൾ ആകാൻ ഇഷ്ടമല്ല. പലപ്പോഴും ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പോലും പലരും ഒന്നും പറയാറില്ല. അങ്ങനെ ഏതെങ്കിലും ഭാര്യാഭർത്താക്കന്മാർ ഇവിടെ ഇരിപ്പുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റാണ് കേട്ടോ. നിങ്ങളെല്ലാം തുറന്നു പറയണം, അന്യോന്യം നിങ്ങളുടെ ബലഹീനതകളൊക്കെ താങ്ങണം. അതാണ് ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ആ ഊഷ്മളത അല്ലേ. അത് ദൈവമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു തുണയാണ്, ഒരു കമ്പാനിയൻ അതിനാണ്. അപ്പോൾ അതുപോലെ സഭയിലും നമുക്ക് നമ്മുടെ സഹോദരങ്ങളോട് തുറന്നു പറയാൻ പറ്റണം. നമ്മൾ അവരുടെ അന്യോന്യമുള്ള ഭാരങ്ങൾ ചുമക്കണം. ഒരു വാക്യം കൂടെ വായിക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ. 1 തെസ്സലോനിയർ 5:14 കടന്നു വരിക. അവിടെ ഓരോ വ്യക്തിയോടും നമ്മൾ ചെയ്യേണ്ട ശുശ്രൂഷകൾ നിരത്തി പിടിച്ച് എഴുതിയിട്ടുണ്ട്. ഒരു ശരീരം കരുതുന്ന ഒരു സഭയാണെങ്കിൽ അവിടെ ഏതൊക്കെ തരത്തിലുള്ള ശുശ്രൂഷ കാണുമെന്ന് നമുക്ക് അവിടെ കാണാം. 1 തെസ്സലോനിയർ 5:14 സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ. അപ്പോൾ കണ്ടോ, ഓരോ വ്യക്തിക്കും ഓരോ ആവശ്യമാണ്. ചിലർ പിന്മാറ്റത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുക, അവരോട് നമ്മൾ ബുദ്ധി ഉപദേശിക്കണം. ഇങ്ങനൊന്നും പോയാൽ പോരാ, സഭയെ വരണം, ആത്മീയതയെ വളരണം, പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം അല്ലേ. വേറെ ചിലർ ഉൾക്കരുത്തില്ലാത്തവരാണ്, ജീവിതത്തിലൊരു പ്രശ്നം വന്നാൽ ഒളിച്ചോടുന്നവരാണ്. അങ്ങനെ ചിലരുണ്ട്, ചില വളരെ മൃദുല ഹൃദയരായിട്ടുള്ള അല്ലേ. അവരൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ്, അയ്യോ തീർന്നു പോകും, തൊലഞ്ഞു പോകും, പെട്ടെന്ന് കരയും. ചിലപ്പോൾ ആണുങ്ങൾ തന്നെ അങ്ങനത്തെവരുണ്ട് അല്ലേ. അവരെ നമ്മൾ എന്ത് ചെയ്യണം? ധൈര്യപ്പെടുത്തണം. നേരത്തെ പാട്ടൊക്കെ പാടിയ പോലെ മുഖത്ത് നോക്കി പാട്ട് പാടണം. കരുതുന്നവൻ ഞാനല്ലയോ എന്ന് പറഞ്ഞ പോലെ കൂടെ പോയിരിക്കണം. നിങ്ങൾ ഒറ്റയ്ക്കൊന്നും അവിടെ പോകണ്ട, ഞാനും കൂടെ വരാം എന്നൊക്കെ പറയണം അല്ലേ. പിന്നെ ബലഹീനർ, അത് ഏതു തരത്തിലുള്ള ബലഹീനതയാവാം. പാവപരമായിട്ടുള്ളതോ സ്വഭാവപരമായിട്ടുള്ളതോ അല്ലെ ശാരീരികപരമായിട്ടോ. ബലഹീനർ എന്ന് പറയുമ്പോൾ രോഗാവസ്ഥയിലൂടെ ഉള്ളവരാകാം, അല്ലെങ്കിൽ ചില കാലഘട്ടം ഇപ്പം ലിംസി ബലഹീനതയായിട്ടിരിക്കുകയാണ് അല്ലേ. അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? താങ്ങണം. അവരെയൊക്കെ വേണ്ട രീതിയിൽ അവരുടെ ഭാരം ചുമക്കണം, അവർക്കൊരു കൈത്താങ്ങായി മാറണം അല്ലേ. പിന്നെ എല്ലാവരോടും കാണിക്കേണ്ട ഒരു കാര്യമുണ്ട്, ദീർഘക്ഷമ. അല്ലാതെ 1 പറഞ്ഞ് 2 പറഞ്ഞ് എത്ര പ്രാവശ്യം പ്രസംഗിക്കണം ഞാൻ ഇതേ വിഷയം എന്ന് പറഞ്ഞ് അവരോട് ദേഷ്യപ്പെടുക അല്ല അല്ലേ. ഇത് ഏറ്റവും വലിയ അല്ലേ. ഇതാണ് എൻ്റെ പ്രയാസം. ഇതൊന്നും താങ്ങാൻ ആരെങ്കിലും വരുമോ? എനിക്ക് ദീർഘക്ഷമയില്ല അല്ലേ. നമ്മുടെ എല്ലാം പ്രശ്നം ഇത് തന്നെ. അപ്പോൾ അന്യോന്യം ദീർഘക്ഷമ കാണിപ്പീൻ അല്ലേ. അപ്പോൾ കണ്ടോ, നമ്മൾ അന്യോന്യം ഭാരം ചുമക്കണം. ബലഹീനർ
അല്ലേ? ബലഹീനർക്ക് താങ്ങായിട്ട് ബലമുള്ളവർ നിൽക്കണം, ശക്തന്മാർ നിൽക്കണം, ധൈര്യം കൊടുക്കണം, ബുദ്ധി ഉപദേശിക്കണം. ഇങ്ങനെ നിരവധി വാക്യങ്ങളുണ്ട്. അന്യോന്യം പല ശുശ്രൂഷകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആർക്കെങ്കിലും ഈ താങ്ങ് കൊടുക്കുന്നുണ്ടോ? രണ്ടും നമുക്കിത് ലഭിക്കുന്നുണ്ടോ? രണ്ടും കാതലായ ചോദ്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ കെയർസെൽ, ഈ ഗലാത്യർ 6:2 കണ്ടതിൻ്റെ ഒരു പരിശീലനം ആക്കി മാറ്റാൻ നമുക്ക് ശ്രമിച്ചുകൂടെ? അപ്പോൾ കെയർസെൽ അക്ഷരാർത്ഥത്തിൽ കെയർസെല്ലാകും, കരുതൽ കൊടുക്കുന്ന ഇടം, അല്ലേ? അപ്പോൾ നമുക്കൊരു തുറന്നു പറച്ചിലേക്ക് പോകാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ള കുറേ ഐഡിയ പറച്ചിൽ മാത്രമല്ല, ഇപ്പം തന്നെ തുടങ്ങാം. എൻ്റെ ബലഹീനത ഇതാണെന്നും പറഞ്ഞ് വേണമെങ്കിൽ, അല്ലേ? തുറന്നു പറയാൻ അത്രയും ഗട്ട്സൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്നു പറയാം, എനിക്ക് ഈ പ്രശ്നമൊക്കെ ഉണ്ട്, ഞാൻ കുറച്ച് ദിവസമായി പ്രാർത്ഥിക്കുന്നൊന്നുമില്ല, അല്ലേ? ഇതൊക്കെ ഏതെങ്കിലും സഭയെ തുറന്നു പറയാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഇതുപോലെ ലീഡേഴ്സായിട്ടുള്ളവർ, അല്ലേ? ഞാൻ പ്രാർത്ഥിച്ചിട്ട് 3 മാസമായി എന്ന് പറഞ്ഞാൽ തീർന്നു. എന്നാൽ പിന്നെ നിങ്ങൾ മാറിയിരിക്കേ. ഇയാൾ ഇത്രയേ ഉള്ളായിരുന്നു, വലിയ പ്രസംഗമൊക്കെ ആയിരുന്നല്ലോ, അല്ലേ? ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിഷയങ്ങളായിരിക്കും. ചിലപ്പോൾ പ്രാർത്ഥന പോകുന്നത് അയാളുടെ പിന്മാറ്റമൊന്നും ആയിരിക്കത്തില്ല കാണിക്കുന്നത്. അയാൾക്ക് അത്രയ്ക്ക് മാനസിക സമ്മർദ്ദത്തിലാണ്. വേറെ ആരെങ്കിലും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണം, അല്ലേ? ഇപ്പോൾ നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചിലർക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് മരുന്നും അടിച്ച് തല പോയി കിടക്കുക, മാനസികമായിട്ടും എല്ലാം വളരെ വേദനയിൽ കൂടെ പോകുമ്പം അത് നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം, അല്ലേ? അപ്പോൾ അങ്ങനത്തെ എന്ത് ബലഹീനതയും, എനിക്ക് വചനം വായിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഈ പ്രസംഗം തുടങ്ങുമ്പോൾ ഉറക്കം വരും, അത് പിന്നെ ഇവിടെ ഒരുപാട് പേർക്ക് പറയാൻ കാണും, അല്ലേ? നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞില്ലല്ലോ, എനിക്കറിയാം ആ ബലഹീനത. പ്രസംഗം തുടങ്ങുന്നതും ഉറക്കം വരും. ഇതെല്ലാം തുറന്നു പറയാൻ പറ്റിയിടവും ചുമ്മാ പറച്ചിൽ മാത്രമല്ല, അന്യോന്യം കുറേ പാപമെല്ലാം പറഞ്ഞിട്ട് നമ്മൾ പാപത്തിൽ തുടരുന്നതല്ല. ഇതെന്നിട്ട് നമ്മൾ സഹായിക്കണം അന്യോന്യം. അപ്പോൾ ഇത് നല്ല പണിയായത്, അല്ലേ? അങ്ങനെ ഒരു ഇടമാക്കി നമുക്ക് മാറ്റാൻ പറ്റണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉള്ളിൽ നിന്ന് എന്ത് മാറ്റണം? ഈ വിധിക്കാനുള്ള മനോഭാവമൊക്കെ മാറ്റി വെക്കണം. അന്യോന്യം സ്നേഹിക്കാനും സഹായിക്കാനും നമ്മൾ സൗഹൃദത്തിൽ നിന്ന് കൂട്ടായ്മയിലേക്ക് പോവുകയാണ്. ഇപ്പം നമുക്കെല്ലാം സൗഹൃദമാണ്. നമ്മളെല്ലാം വളരെ കണ്ട് പരിചയമുള്ളവരും, നമ്മൾ ഞായറാഴ്ചകളിലൊക്കെ ഒന്നിച്ചു കൂടി ഒരു അടിപൊളി സർവീസ് നടത്തി. പണ്ടാണെങ്കിൽ പപ്പടവും കൂട്ടി ഊണും കഴിച്ച് വീട്ടിൽ പോകുന്ന കൂട്ടരായിരുന്നു. അതിനും അപ്പുറത്താണ് കൂട്ടായ്മ. കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ കൂടെ നടക്കുകയാണ്, അല്ലേ? ജീവിതത്തിൻ്റെ എല്ലാം, അതാണ് ഈ പറഞ്ഞ ഭാരങ്ങൾ താങ്ങുവിന്. അതിലും മെച്ചപ്പെട്ട ഒരു പ്രയോഗം വേറെ പറയാനില്ല, അല്ലേ? സ്വന്തമായിട്ട് നമ്മുടെ ചുമട് നമ്മൾ തന്നെ താങ്ങണം. അതുകൊണ്ട് ഇത് മടിയന്മാരെ ഉണ്ടാക്കാനും ഉത്തരവാദിത്ത ബോധം ഇല്ലാതിരിക്കാനും, അല്ലേ, അതിനൊന്നുമുള്ള വഴിയല്ല. എന്നാൽ നമ്മൾ ഒറ്റയ്ക്കല്ല ക്രിസ്തീയ ജീവിതത്തിൽ, അല്ലേ? അപ്പോൾ ഈ ഒറ്റപ്പെടലും കഷ്ടപ്പാടുമൊക്കെ നീക്കി നമുക്ക് ശരീരമായിട്ട് നമുക്ക് നീങ്ങുവാൻ കഴിയും. എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. എല്ലാവരും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന ഒന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ച ആ 2 ചോദ്യത്തിനെങ്കിലും ഒരു ഉത്തരം പറയാം ആരെങ്കിലും. പൊതുവെ ഇപ്പോൾ ഈ കെയർസെൽ യോഗമോ അല്ലെങ്കിൽ നമ്മുടെ അഴൂറിൽ കൂടുന്ന സഭയോ ഒന്നുമല്ല, പൊതുവെ ക്രിസ്തീയ ജീവിതത്തിൽ, അല്ലെങ്കിൽ പൊതുവെ ജീവിതത്തിൽ നിങ്ങളുടെ ഭാരങ്ങളൊക്കെ താങ്ങാൻ ആരെങ്കിലും ഉണ്ടോ? ശരി. എല്ലാ വെള്ളിയാഴ്ച നമ്മൾ ഓഫീസിൽ കഴിഞ്ഞിട്ട് നേരെ ശംഖുവത്ത് പോകും. നമ്മളൊരു 8 മണിക്ക് അവിടെ എത്തുമെന്ന് വെച്ചോ. ഒരു വെളുപ്പിന് 2 മണിയൊക്കെ അല്ലെങ്കിൽ 1 മണിയൊക്കെ അവിടെ ഇരുന്ന് നമ്മൾ ഭാരമൊക്കെ ചോന്ന് അന്യോന്യമുള്ള ഭാരം, അല്ലാതെ ശംഖുവത്താരും ഇരിപ്പില്ല. നിങ്ങൾ പറയാനായിട്ട് അവിടെ ആരാണ്ടോ ഭാരം ചുമക്കാൻ പോകണം. 2 മണി വരെ അവിടെ ആര് ഭാരമായിട്ട് നിൽക്കുന്നു. അപ്പൊ ഭാരം ചുമന്നെന്ന് പറഞ്ഞാൽ മതി, ശംഖുമൊന്നും പറയണ്ട. അത് മനസ്സിലായല്ലേ? പിന്നെ 2 മണി വരെ പുറത്ത് കിടന്നാൽ തീർന്നു. അതെ, ഇപ്പൊ ഭാരവും ഇല്ല, സ്വാതന്ത്ര്യവും ഇല്ല. ഇപ്പോൾ പൊതു സദസ്സിൽ നമുക്ക് എല്ലാവർക്കും എല്ലാം വിളിച്ച് പറയാൻ പറ്റത്തില്ലായിരിക്കും. എന്നാലും കെയർസെല്ലിൽ ആരെങ്കിലുമൊക്കെ, ഇപ്പോൾ ഇത് സഹോദരൻ പറഞ്ഞ 2 പേരുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ആരെങ്കിലും ഉണ്ടായിരിക്കും. പൊതു സദസ്സിൽ നമുക്ക് എല്ലാവർക്കും എല്ലാം, പ്രത്യേകിച്ച് സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ എല്ലാം ഒന്നും പറയാൻ പറ്റത്തില്ല, അല്ലേ? ചിലപ്പം ഭാര്യയായിരിക്കും ഭാരം, അപ്പോൾ ഭാര്യയുടെ മുമ്പ് വെച്ച് അത് പറയാൻ പറ്റത്തില്ല, അതെ? ഭാര്യയുടെ എന്തെങ്കിലും ആയിരിക്കും, ഭർത്താവിൻ്റെ എന്തെങ്കിലും, അത് മൊത്തത്തിൽ ഒരു ഭാരം എന്നുള്ളതല്ല, എന്തെങ്കിലും ഒരു വിഷയമായിരിക്കും. അത് സംഭവിക്കാവുന്നതാണ്. അത് പാപമല്ല, അത് ഈ ഭൂമി ജീവിക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. എന്തും തുറന്നു പറയാൻ പറ്റുന്ന ആരെങ്കിലും വേണം, അല്ലേ? അപ്പോഴാണ് കൂട്ടായ്മ ബന്ധത്തിൻ്റെ ആ ഒരു സമ്പന്നത നമ്മൾ അനുഭവിക്കുന്നത്.
എന്തായാലും ഇവിടെ ആരെങ്കിലും ഒറ്റപ്പെട്ട് നടപ്പുണ്ടോ? അങ്ങനെ ആരും ഉണ്ടാവരുത് നമ്മുടെ മധ്യത്തിൽ. അത് നമ്മളെല്ലാവരും അത് ഒന്ന് എൻഷുർ ചെയ്യണം. നമ്മുടെ കൂട്ടത്തിൽ ആരും ഒറ്റയ്ക്ക് പ്രയാസവും താങ്ങി നടക്കരുത്, അല്ലേ? നമുക്ക് അന്യോന്യം ഒരു അറിവുണ്ടായിരിക്കണം. അതുകൊണ്ട് ഈ സഹോദരൻ ഈ വഴിയൊക്കെയാണ് പോകുന്ന, പുള്ളി കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു അറിവുണ്ടായിരിക്കണം എല്ലാവരെയും കുറിച്ച് നമുക്ക്, അല്ലേ? ഒരു ആവശ്യമാണ്. അല്ലാതെ മീറ്റിംഗ് മാത്രം ഞാൻ ഈ പുള്ളിയെ കണ്ടിട്ടുണ്ട്, കൂടെ വന്ന് എൻ്റെ സൈഡിൽ ഇരിക്കാറുണ്ട്, നമ്മൾ ഒരുമിച്ച് പാട്ടും പാടാറുണ്ട്, പിന്നെ എനിക്കൊന്നും അറിഞ്ഞില്ല. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ഒരു സഹോദരൻ്റെ പേര് പറഞ്ഞാൽ പുള്ളിയുടെ നീറുന്ന പ്രശ്നമൊക്കെ നമുക്കറിയാവോ? അല്ലേ സഹോദരിയുടെ പേര് പറഞ്ഞാൽ വേറൊരു സഹോദരിക്ക് നീറുന്ന പ്രശ്നമൊക്കെ അറിയാവോ? അറിയാൻ പറ്റണം, അതല്ലേ സഭ. അല്ലാതെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു ട്യൂഷൻ ക്ലാസ്സിന് പോകാറുണ്ട്, അവിടെ ഒരുത്തം വന്ന് പ്രസംഗിക്കാറുണ്ട്. അതാകരുത് സഭ. അപ്പോൾ കെയർസെൽ എന്ന് പറയുന്ന ആ പേര് അന്വർത്ഥമാക്കണമെങ്കിൽ അന്യോന്യം നമ്മൾ കരുതണം. അപ്പോൾ പലപ്പോഴും നമ്മൾ മീറ്റിങ്ങിലൊക്കെ പറയും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ എന്ന് പറയുമ്പോൾ നമുക്കൊന്നും ഷെയർ ചെയ്യാനില്ല. അത് രണ്ട് രീതിയിൽ പറയാം. എനിക്ക് എൻ്റെ ബലഹീനതകളോ ഭാരങ്ങളോ ഒന്നും തുറന്നു പറയാനില്ലെന്നും ആകാം. ഇനി നിങ്ങളുടെ ഒന്നും ഭാരത്തെക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞ് നിങ്ങളെ ആശ്വസിപ്പിക്കാനും പോകുന്നില്ല. ഞാൻ നിന്നെയൊന്നും താങ്ങാൻ പോകുന്നില്ലെന്നതിൻ്റെ അതെ. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം ഒരു മീറ്റിങ്ങിന് വരുമ്പോൾ, പ്രത്യേകിച്ച് കെയർസിന് വരുമ്പോൾ. അതാ എനിക്കൊന്നും പറയാനില്ല, ഞാൻ വളരെ സന്തുഷ്ടവാനാണ്. ശരി, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും എനിക്കൊന്ന് ആശ്വസിപ്പിക്കണം. ആ വ്യക്തിയുടെ പേരെടുത്ത് പറയാതെ പൊതുവായിട്ട് നമ്മൾ ഷെയർ ചെയ്യായിരിക്കും, പക്ഷേ ഏതോ ഒരു വ്യക്തിയാണ് നമ്മൾ ഉള്ളിൽ കണ്ടിരിക്കുന്നത്. പ്രാർത്ഥിച്ച് വചനമൊക്കെ വായിച്ച് വരണം. ഇനി നിങ്ങൾക്ക് പറയാൻ പേടിയാണെങ്കിൽ ആ വ്യക്തിയോട് പോയെങ്കിലും ഇടിയപ്പത്തിൻ്റെ ഇടയിൽ സംസാരിച്ച് പറയണം, അല്ലേ? നമ്മൾ ധൈര്യപ്പെടുത്തും. നമ്മൾ അന്യോന്യം അതൊരു ഒരു ഒരു സംസ്കാരമാണ്, അത് വളർത്തിയെടുക്കേണ്ട ഒന്നാണ്. അപ്പോൾ നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കണം. ആരെങ്കിലും ഒരാളെ ഞാനൊന്ന് അനുഗ്രഹിച്ചിട്ടേ ഇന്ന് വീട്ടിൽ പോകുന്നുള്ളൂ എന്നുള്ള തീരുമാനം എടുത്ത് വരണം. അങ്ങനെ എല്ലാവരും കൂടെ വന്ന് അന്യോന്യം ഗിഫ്റ്റും കൊടുത്ത് പോകുമ്പോൾ വളരെ സന്തോഷമായിരിക്കും, അല്ലേ? നമുക്കങ്ങനെ മുന്നോട്ട് നീങ്ങാം. വേറെ എന്തെങ്കിലും പങ്കുവെക്കാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കെന്നാൽ പ്രാർത്ഥിച്ച് നമ്മുടെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവെ, അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, ഈ സന്ധ്യാസമയം ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി ഈ ഭവനത്തിൽ ഇങ്ങനെ അങ്ങയെ ആരാധിക്കുവാനും അങ്ങയുടെ സഹോദരങ്ങളോടൊപ്പം ഇരുന്ന് കൂട്ടായ്മ ആചരിക്കുവാനും നൽകിയ ഭാഗ്യത്തിനായിട്ട് സ്തോത്രം കർത്താവെ. അല്പനേരം ഞങ്ങൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് കേട്ട പ്രബോധനത്തിനായിട്ട് സ്തോത്രം കർത്താവെ. അങ്ങയുടെ വചനം പറയുന്നത് പോലെ അന്യോന്യം ഭാരങ്ങൾ ചുമക്കുന്ന, കരുതൽ കൊടുക്കുന്ന, ദൈവസ്നേഹം പ്രദർശിപ്പിക്കുന്ന ഒരു കൂട്ടായ്മയായിട്ട് ഞങ്ങൾക്ക് ഇനിയും വളരണമെന്ന് ആഗ്രഹമുണ്ട് കർത്താവെ. ഞങ്ങളെല്ലാവരും ഞങ്ങളെ തന്നെ അങ്ങയുടെ കരുത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശരീരത്തെ, ഇവിടെ ആയിരിക്കുന്ന കുടുംബങ്ങളെ കർത്താവെ അന്യോന്യം കരുതുവാൻ ഞങ്ങൾക്കൊരു ഹൃദയം പകർന്നു തരണമേ. ഞങ്ങളുടെ മധ്യത്തിൽ ആരും കർത്താവെ ഒറ്റപ്പെട്ട് തനിച്ച് അവരുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുവാൻ ഇടയാകരുതേ. ഒന്ന് രണ്ട് സഹോദരങ്ങൾ അവരോട് എപ്പോഴും അവരുടെ ഭാരങ്ങൾ ചുമക്കുവാൻ ഈ കൂട്ടായ്മയിൽ എല്ലാവർക്കും അങ്ങനെ ഒന്നോ രണ്ടോ സഹോദരങ്ങൾ ഉണ്ടായിരിക്കണമേ. എല്ലാ സഹോദരങ്ങളെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണമേ. കർത്താവെ, ഞങ്ങൾ പലപ്പോഴും ശുശ്രൂഷാബന്ധമായിട്ട് വളരെ തീക്ഷ്ണതയോടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കൂട്ടമാണ്. അങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ ഇടയിൽ അന്യോന്യമുള്ള കരുതൽ ഞങ്ങൾ മറന്നുപോകാതിരിപ്പാൻ ഞങ്ങളെപ്പോഴും സഹായിക്കണമേ. കർത്താവ്, പ്രത്യേകിച്ച് ഈ സഹോദര സംഘത്തെ ഞങ്ങളുടെ കരത്തിൽ സമർപ്പിച്ച് അടിയൻ പ്രാർത്ഥിക്കുന്നു. അഴൂർ സഭയുടെ കർത്താവെ, ആ അടിസ്ഥാനമായിട്ടുള്ള ഈ കുടുംബങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. നേതൃത്വ നിരയിൽ അവർ നിൽക്കുമ്പോൾ, ശുശ്രൂഷയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും പേറി അവർ മുന്നോട്ട് പോകുമ്പോൾ, അവർ തമ്മിലുള്ള കൂട്ടായ്മ കർത്താവെ അത് വളരെ ആഴമേറിയതായിരിക്കട്ടെ. ഒരുമനപ്പെട്ട് കർത്താവിനെ ഒരേ നാവിനാൽ മഹത്വീകരിക്കുന്ന, ദൈവത്തിന് പ്രസാദമുള്ള, യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ ഒരു കൂട്ടായ്മ ബന്ധം ഇവരുടെ ഇടയിൽ ഇനിയും പടർന്നു പന്തലിക്കുവാൻ ഇടയാകണമേ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് സ്നേഹത്തിൽ എല്ലാ കാര്യങ്ങളും പ്രതികരിക്കുന്ന ഒരു കൂട്ടായ്മയുണ്ടെന്നുള്ളൊരു പ്രാഗൽഭ്യം സകലർക്കും കൊടുക്കണമേ. ഞങ്ങൾക്ക് എന്തും ഏത് ബലഹീനതയും വന്ന് തുറന്നു പറയുവാനും വിധിക്കപ്പെടാതെ ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ താങ്ങുകയും ചെയ്യുന്നൊരു കൂട്ടായ്മയുണ്ടെന്ന് എല്ലാവരും കർത്താവേ ഉള്ളുതട്ടി പറയും വിധം ഞങ്ങളുടെ അന്യോന്യമുള്ള സ്നേഹം രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും കർത്താവേ ഞങ്ങളുടെ സ്നേഹം ഊട്ടി ഉറപ്പിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്യോന്യം കരുതുവാനുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് പകർന്നു തരണമേ. അന്യൻ്റെ വിഷമം എന്താണ്, പ്രയാസം എന്താണെന്ന് അറിയുവാനുള്ള ഒരു വലിയ ആഗ്രഹമുള്ളൊരു ഹൃദയം, സേവിക്കുവാൻ
വളരെ ആഗ്രഹമുള്ള കർത്താവേ, വളരെ ഒരുക്കമുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് ഏവർക്കും പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്യോന്യം സേവിക്കുവാൻ യാതൊരു മടിയില്ലാത്തൊരു കൂട്ടമാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങൾ ഇന്നിവിടെ ആയിരിക്കുന്ന ഈ ഭവനത്തെ ഓർത്ത് സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങ് ഇവർക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കായിട്ടും പകർന്നു കൊടുക്കുന്ന എല്ലാ കൃപയ്ക്കായിട്ടും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഈ കുടുംബത്തെ ഞങ്ങളുടെ ഭാഗമാക്കി തീർത്തതിനായിട്ടും സ്തോത്രം കർത്താവേ. ഈ കുടുംബത്തിന് വേണ്ട എല്ലാ സ്നേഹവും സഹായവും കൂട്ടായ്മയും എല്ലാം പകർന്നു കൊടുക്കാൻ ഞങ്ങളേവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ഒരുമനപ്പെട്ട് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരെ അങ്ങ് മുന്നോട്ട് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വചനത്തിൽ വേരൂന്നി ആത്മാവിൻ്റെ നിയോഗത്താൽ അവർ അങ്ങയുടെ നാമമഹത്വത്തിനായി ചെയ്തു തീർക്കേണ്ട എല്ലാ അനുസരണ പ്രവൃത്തിയിലും അവർ ഫലം കായ്ക്കുന്ന മക്കളായി മാറുവാൻ കർത്താവ് കൃപ ചൊരിഞ്ഞോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളുടെയും മധ്യത്തിൽ കർത്താവെ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. അവർക്ക് ദൈവമായി കണ്ടിരിക്കുന്ന എല്ലാ വഴിത്തിരിവുകളും ഉളവാക്കി കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉദ്യോഗ ജീവിതത്തിലും കർത്താവ് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലും അവരുടെ മുന്നോട്ടുള്ള എല്ലാ വിഷയങ്ങളിലും കർത്താവിൻ്റെ അത്ഭുതകരം കൂടെയിരിക്കണമേ. അവരെ അനുഗ്രഹിക്കണമേ. അവർ അന്യർക്കൊരു അനുഗ്രഹമായിരിക്കണമേ. ദൈവനാമത്തെ മഹത്വീകരിക്കുന്ന, ദൈവം പ്രസാദിക്കുന്ന മക്കളായി തന്നെ അവർ മുന്നോട്ട് പോകുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഞങ്ങളുടെ ഈ ശുശ്രൂഷയിൽ അഴൂർ പഞ്ചായത്തിലുള്ള ഞങ്ങളുടെ സഭയിൽ കർത്താവെ ഈ കുടുംബം ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള അവരുടെ വിളിയും ശുശ്രൂഷയും വിശ്വസ്തയോടെ അവർ ചെയ്യുവാൻ അവർക്ക് വേണ്ട അഭിഷേകം പകർന്നു കൊടുത്താട്ടെ. അവർക്ക് വേണ്ട എല്ലാ കൃപയും പകർന്നു കൊടുത്താട്ടെ. അവരെ ഞങ്ങൾക്കൊരനുഗ്രഹമാക്കി മാറ്റിയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളേവരെയും അവർക്കൊരനുഗ്രഹമാക്കി മാറ്റിയാലുമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളുടെ മടക്കയാത്രയിലെല്ലാം കൂടെ ഇരിക്കണമേ. ഞങ്ങൾക്ക് നല്ല വിശ്രമം പകർന്നു തരണമേ. സന്തോഷത്തോടെ നാളെ ഞങ്ങൾക്ക് ആലയത്തിൽ കടന്നു വന്ന് അങ്ങേ ആരാധിക്കുവാനുള്ള ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെയൊക്കെ ഭവനങ്ങളിലായിരിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ പ്രായമായിട്ടുള്ള അപ്പനമ്മമാരെ എല്ലാം അങ്ങയുടെ കാര്യത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന അങ്കിളിനെയും ആൻറ്റിയും അങ്ങയുടെ കാര്യത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്കായിട്ട് സ്തോത്രം. കൊടുത്തിരിക്കുന്ന ആരോഗ്യത്തിനായിട്ട് സ്തോത്രം. വിശേഷാൽ അങ്കിളിനായി പ്രാർത്ഥിക്കുന്നു. കൊടുത്തിരിക്കുന്ന സൗഖ്യത്തിനായിട്ട് സ്തോത്രം കർത്താവെ. നിരവധി തവണ തൻ്റെ കാലിന് പ്രയാസമൊക്കെ വന്നെങ്കിലും അതിനെല്ലാം വിടുവിച്ച നല്ലവനായ കർത്താവിന് ഞങ്ങൾ സ്തോത്രം കരയേറ്റുന്നു കർത്താവെ. ഞങ്ങൾ ഭയപ്പെട്ടതുപോലെ ഒന്നും ഒരിക്കലും സംഭവിച്ചില്ല കർത്താവെ. അതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ കരുതലിനായിട്ട്, അങ്ങയുടെ പരിപാലനത്തിനായിട്ട് സ്തോത്രം കർത്താവെ. നന്ദി കരയേറ്റുന്നു. അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എല്ലാ പ്രാർത്ഥനയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ ദൈവവും സ്വർഗസ്ഥനായ പിതാവുമായവൻ്റെ സ്നേഹവും തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഏവരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം കരയേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ കർത്താവേ.